ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വളരെ കാലം മുമ്പ് ഇറങ്ങിയ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്ന കിടിലൻ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പ്രൂഫ് ഞാനിവിടെ ആദ്യം തന്നെ കാണിച്ചു തരാം. PayTM ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, നമ്മുടെ PayTM ഓപ്പണായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം മെയിൻ ബാലൻസ് 44 രൂപ. ഇവിടെ 30 രൂപ റിസീവ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതുവരെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാത്തതും വളരെ കാലം മുമ്പ് ഇറങ്ങിയതുമായ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ PocketCharge എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം PocketCharge എന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ ഒരുപാടധികം ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത ഓഫറാണ്. ഈ യെല്ലോ കത്തി കിടക്കുന്നതൊന്നും കംപ്ലീറ്റ് ആവാത്തതാണ്. അതെന്തോ എറർ വന്ന് പോയതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെഫർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് റെഫർ ചെയ്യുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്ക് 8 രൂപയും നമ്മൾക്ക് 10 രൂപയും, നമ്മൾ ആരെയാണോ റെഫർ ചെയ്തത് അവർക്ക് 8 രൂപയാണ് കിട്ടുന്നത്. ആ 8 രൂപയും നമുക്ക് കിട്ടുന്ന 10 രൂപയും കിട്ടണമെങ്കിൽ ആദ്യം അവർ 7 ഓഫറെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അവർ 7 ഓഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 രൂപയാണ് ഇവിടെ ലഭിക്കുന്നത്. അതേപോലെ തന്നെ അതിന് ശേഷം നമുക്ക് 10% കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. അതായത് അവർ ഏൺ ചെയ്യുന്നതിൻ്റെ 10%, അതായത് അവരിപ്പോൾ 10 രൂപ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 10% 1 രൂപ നമുക്ക് വാലറ്റിലേക്ക് കയറും. അപ്പോൾ ഇതിൽ റെഫറൽ ഹിസ്റ്ററിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കാണാം ആദ്യമേ ഇപ്പോൾ 8947 അവസാനിക്കുന്ന നമ്പർ 10 രൂപ, അതായത് ഫസ്റ്റ് 7 ഓഫർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 രൂപ എനിക്ക് കിട്ടി. ശേഷം അവരുടെ 10% വീതം, അതായത് 10% വീതം എനിക്കിവിടെ കമ്മീഷൻ ലഭിച്ചതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ റെഫറും ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ എമൗണ്ടും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലർ റെഫർ ആയിട്ടുണ്ട്, പക്ഷേ അവർ പിന്നെ വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് റെഫർ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ റെഫർ ആൻഡ് ഏൺ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് റെഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ റെഫറൽ കോഡുണ്ട്. പിന്നെ അലോ ആക്സസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ, അതായത് നമ്മുടെ ഇവിടെ സ്റ്റോറേജിലുള്ള എല്ലാ കോൺടാക്റ്റ് ലിസ്റ്റും വരും. സിമ്മിലുള്ള എല്ലാം, ഫോണിലുള്ളതും എല്ലാമായ കോൺടാക്ട്സ് എല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. അതൊന്നും ഞാൻ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടില്ല. ആ പെർമിഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ വരുന്നത് പ്ലേ എന്നൊരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ കണ്ടും അതേപോലെ ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തും ഏൺ ചെയ്യാൻ കഴിയും, ഗെയിമൊക്കെ കളിച്ചുകൊണ്ട്. ഇവിടെ നിങ്ങൾക്കാണ് ഇവിടെ വീഡിയോ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് ഓപ്പണായി വരുന്നതല്ല. ഇവിടെ ഞാൻ ബഹ്റൈനിലായതുകൊണ്ട് തന്നെ ഇവിടെ ഇത് വർക്കാവുന്നില്ല. ഓക്കെ, നിങ്ങൾക്കിവിടെ സിമ്മ് ശ്രദ്ധിച്ചാൽ കാണാം STC എന്ന സിമ്മാണ് ബഹ്റൈൻ്റെ. അപ്പം ഇവിടെ നിന്നുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആക്കാനൊന്നും കഴിയില്ല. ചില ഓഫറൊന്നും ഇവിടെ വർക്കിംഗ് പോലുമല്ല. ഇതൊക്കെ അങ്ങനെയാണ് പെൻഡിങ് ആയി പോയത്. നിങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ 100% വർക്കിംഗ് ആയിരിക്കും. അതേപോലെ പേയ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായി ഇവിടെ വാലറ്റ് എന്ന ഭാഗത്തേക്ക് പോവുകയാണ്. അതായത് ഏറ്റവും അവസാനത്തെയാണ് വാലറ്റ് എന്ന ഭാഗം. ഇവിടെ നിങ്ങൾക്കാണ് 26 മണിക്കൂറും 26 മണിക്കൂറും അതേപോലെ 14 മിനിറ്റ് അങ്ങനെ സെക്കൻഡും കാണിക്കുന്നുണ്ട്. ഈ സമയത്തിന് ശേഷമായിരിക്കും ഇനി അൺലോക്ക് ആവുന്നത്. അതായത് നമുക്ക് വിഡ്രോ അടിക്കാനുള്ള ഇനി അൺലോക്ക് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്കാണ് ഇനി എനിക്ക് 30 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ വിഡ്രോ അടിക്കാൻ കഴിയൂ. അതായത് 29.89 പൈസയാണ് ഇനി വേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ വാലറ്റിലുള്ളത് 0.11, അതായത് 11 രൂപയാണ് നമ്മുടെ പൈസയാണ് ഇപ്പോൾ ബാലൻസ് ആയിട്ട് കിടക്കുന്നത്. ബാക്കി ഞാൻ വിഡ്രോ അടിച്ചു. അപ്പോൾ ഇവിടെ വാലറ്റ് ഹിസ്റ്ററി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ആഡായ ക്യാഷാണ് ഇവിടെ കാണിക്കുന്നത്. 0.1 ഇപ്പോൾ ഡെയിലി ചെക്കിങ് വഴി ഇങ്ങനെ ക്യാഷ് കിട്ടുന്നുണ്ട്. അതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. അതിലൂടെയാണ് ഞാൻ ഇവിടെ ഏകദേശം ഒരു 4-5 രൂപ അങ്ങനെയാണ് ചെയ്തെടുത്തത്. ലാസ്റ്റ് വന്നപ്പോൾ റെഫർ ചെയ്യാൻ ആരും കിട്ടിയില്ല. ഇങ്ങനെ ചെയ്താണ് എനിക്ക് എമൗണ്ട് കയറിയത്. അപ്പോൾ അതെല്ലാം ഇവിടെ കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ഫർ ഹിസ്റ്ററി നോക്കാം. അപ്പോൾ ഞാൻ PayTMലേക്ക് പേയ്മെൻറ്റ് ചെയ്ത പ്രൂഫാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ജൂൺ 4-ന് വിഡ്രോ അടിച്ചു. ശേഷം ജൂൺ 12-ന് ഒരു വിഡ്രോ ചെയ്തു. പിന്നെ ജൂൺ 25-ന് ചെയ്തു. ജൂൺ 30-ന് ചെയ്തു. ഇപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒക്ടോബർ 5-ാം തീയതി ആണ് അടുത്ത ട്രാൻസ്ഫർ ചെയ്തത്. അതായത് ഇത്രയും നാൾ ഞാൻ ഫോണിൽ തന്നെ ഇട്ടിരുന്നു, അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞില്ല. അങ്ങനെ ഒരു ആളെ എന്നെ റെഫർ ചെയ്തു. അങ്ങനെ കിട്ടിയ എമൗണ്ടും അതേപോലെ സെൽഫായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുമാണ് ഞാനിത് ഏൺ ചെയ്തിട്ട് വിഡ്രോ അടിച്ചത്. അതിൻ്റെ പ്രൂഫാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാടധികം ഓഫേഴ്സ് ഉണ്ട്. ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പം ഫസ്റ്റ് ഏറ്റവും അടിയിലത്തെ ഈ ഓഫറാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. ശേഷം ഇവിടെ ട്രൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റീഡയറക്റ്റ് ആവും നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക്. ഇവിടെ നിങ്ങൾ കാണാൻ സമയമൊക്കെ കാണിക്കുന്നുണ്ട്.
ശേഷം നമ്മൾ നേരെ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാളിംഗ് ആണ്. നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങളുടെ ID ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടാൽ മതി. നിങ്ങൾക്ക് അറിയാം സെറ്റിങ്സിൽ അഡ്വർടൈസിങ് ID ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് നോക്കുക. ചില സമയത്ത് അത് വർക്കിംഗ് ആണ്. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്തതാണ്, അതുകൊണ്ട് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഒരു 2-3 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ഓപ്പൺ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പണായി. ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് നമുക്കൊന്ന് സൈൻ അപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ജിമെയിലും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ജിമെയിൽ കൊടുത്ത് ഇവിടെ സൈൻ ചെയ്യുകയാണ്. ചില ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കിവിടെ ലോഗിൻ ആവുന്നതാണ്. നമ്മുടെ ക്യാഷ് കയറുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ലോഗിൻ പ്രോബ്ലം എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ച് പോവുകയാണ്. അപ്പോൾ ഇവിടെ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇവിടെ ലോഡ് ആവാൻ എന്തോ ജസ്റ്റ് ഒരു താമസം വരുന്നുണ്ട്. അതേപോലെ ഇവിടെ കാണിക്കുന്നുണ്ട് വെരിഫൈ OTP വെരിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഇതിൻ്റെ ക്യാഷ് കയറുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓഫർ സ്റ്റാറ്റസിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് മാറുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇനി വരുന്ന ആപ്ലിക്കേഷനുകൾ ഇവിടെയാണ് വരുന്നത്. അതേപോലെ ഇവിടെ ആക്സിസ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഓപ്പൺ ദ ലിങ്ക്, പാൻ കാർഡ് കൊടുക്കാൻ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേക്കായിട്ടുള്ള പാൻ കാർഡൊക്കെ കിട്ടും. അതിൻ്റെ പാൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ജസ്റ്റ് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയും. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും പോയി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഏകദേശം 654 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അതേപോലെ നമ്മുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പോലും ആയിട്ടില്ല. വെറും 14 മണിക്കൂർ മാത്രമാണ് നമുക്ക് പബ്ലിക് വാച്ച് അവർ ഉള്ളത്. 4000 കംപ്ലീറ്റ് ചെയ്യണം. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.